കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് വലിയൊരു ട്രിപ്പിലാണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ സൗദിയിൽ നിന്ന്, അതായത് മദീനത്ത് നിന്നും ഖത്തറിലേക്ക് ഈദിന് പോണ വീഡിയോ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഈദ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് ഞങ്ങൾ ഖത്തറിൽ നിന്നും സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോണത് നമ്മുടെ കാറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1400 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് യാത്ര തുടങ്ങുകയല്ലേ. രാവിലെ ഒരു 6:30 മണിയോടുകൂടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ സമയം 7:24 ആയിട്ടുണ്ട് ക്ലോക്കിൽ. ഞങ്ങളിപ്പോൾ ഏകദേശം സൽവ ബോർഡറിൽ ഇങ്ങനെ എത്താനാവണു. സൽവ ബോർഡറിൽ എത്താനാവുമ്പോൾ കടൽ നമ്മുടെ റോഡിനോട് അടുത്ത് വന്ന് നിൽക്കുന്നത് കാണാം. ഈ യാത്രയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ മരുഭൂമിയാണ്. അപ്പോൾ ഈ യാത്രയിൽ അവസാനത്തെ കടൽ കാഴ്ച കൂടിയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സൽവ ബോർഡറിലെത്തി. ബോർഡറിലുള്ള ഫോർമാലിറ്റീസൊക്കെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ തിരക്ക് നന്നേ കുറവായിരുന്നു. ഒരു വർഷം മുമ്പ് ഞങ്ങൾ പോയതുപോലെയല്ല. ഇപ്പോൾ സൗദിയുടെ ഇമിഗ്രേഷനൊക്കെ ഒരു പുതിയൊരു ബിൽഡിങ്ങിലേക്ക് ആക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അവിടെ വണ്ടി എക്സ്റേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് 46 ഡിഗ്രി ചൂടാണുള്ളത്. മാസം ഇപ്പോൾ ജൂണാണല്ലോ ഉള്ളത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പൊതുവെ ഈ സമയത്ത് ഭയങ്കര ചൂടുള്ള ടൈമാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഖത്തറിൻ്റെയും സൗദിയുടെയും ബോർഡർ കഴിഞ്ഞ് അൽ ഹസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽ ഹസയിലൊക്കെ പൊതുവെ നല്ല കൂടുതലുള്ള സ്ഥലങ്ങളിൽപ്പെട്ട, സൗദിയിൽ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ അൽ ഹസയൊക്കെ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും റിയാദിൽ നിന്നും നേരെ മദീന. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു 1400-ലധികം കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹഫൂഫിൽ പോയി അവിടെ നിന്നും നമ്മൾ റിയാദിൽ ചെന്ന് അവിടെ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഏർലി മോർണിംഗിന് വീണ്ടും യാത്ര തുടരാനാണ്. അപ്പോൾ റിയാദിലേക്ക് ഏകദേശം ഇപ്പം ഇനി ഇവിടുന്ന് ഒരു 450 കിലോമീറ്ററോളം ഉണ്ട്. അത് കഴിഞ്ഞ് റിയാദിൽ നിന്നും മദീനത്തേക്ക് ഏകദേശം ഒരു 900 കിലോമീറ്റർ കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ ഉള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അൽഹസയിലെത്തി. അവിടെ നിന്ന് നമ്മുടെ ബ്രദർ ഹിഷാമിനെ കണ്ട് അവനുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇതാ വണ്ടിയിൽ കയറുകയാണ്. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ 50 ആണ് കാണിക്കുന്നത് ഇപ്പോൾ കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹസ കഴിഞ്ഞു. അൽഹസേൻ്റെയും റിയാദിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള കാഴ്ചകളാണ്. മരുഭൂമിയുടെ വ്യത്യസ്തമായ എന്താ പറയുക ടെറയിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമാണ്. സാധാരണ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പച്ചപ്പും ഹരിതാപി ഉണ്ടെങ്കിലാണ് ഭംഗി എന്നുള്ളതാണ്. പക്ഷെ മരുഭൂമിയുടേതായൊരു ഭംഗിയുണ്ട് എന്നുള്ളത് പിന്നീടാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. എന്തായാലും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ യാത്ര തുടരുകയാണ്. ചെറിയ വിരസതയൊക്കെ ഉണ്ടാവും, കാരണം ഏകദേശമൊക്കെ ഒരേപോലത്തെ കാഴ്ചകളാണെങ്കിലും എന്നാൽ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകൾ, ചെറിയ രീതിയിൽ കുന്നുകളും മലകളും അതുപോലെ മണലിൻ്റെയൊക്കെ കളറൊക്കെ വ്യത്യാസമായിട്ട് നല്ല റെഡ് കളറിലുള്ള മണലൊക്കെ ആകുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ മരുഭൂമിയുടെ ചില ഭംഗിയുള്ള കാഴ്ചകൾ ഇതാ ഒന്ന് കണ്ടു നോക്കിട്ടോ.
പിന്നെ യാത്രയിലുടനീളം ഇതുപോലെയുള്ള പമ്പുകളിലൊന്ന് കയറും. എന്നിട്ട് പെട്രോള് ഒരു അര ടാങ്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്രോൾ അടിക്കും. പിന്നെ വണ്ടി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റോളം പിന്നെ എൻജിനൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ പൊടിക്കാറ്റൊക്കെ കാണാം. അപ്പോൾ നമ്മളൊന്ന് സ്പീഡ് കുറക്കും. കാരണം പിന്നെ പൊടിക്കാറ്റടിച്ചാൽ പൊടിക്കാറ്റിലൂടെ ഭയങ്കര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പെയിൻ്റൊക്കെ ഫെയ്ഡാവും. അപ്പോൾ അത് കാരണം പൊടിക്കാറ്റ് എത്തുന്ന സമയത്തൊക്കെ നമ്മൾ വണ്ടി സ്ലോ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30 റിയാദിൻ്റെ ടൗൺ ഏരിയയിലെത്തി. നേരത്തെ പറഞ്ഞതുപോലെ റിയാദിൽ ഇന്ന് താമസിച്ചിട്ട് നാളെ രാവിലെ ഏർലി മോർണിംഗിന് വീണ്ടും യാത്ര തുടരാനാണ് പ്ലാന്. അപ്പോൾ റിയാദിൽ അൽ സുലൈമാനിയ ഏരിയയിലെ അൽ മുസാഫിർ ഹോട്ടലിലാണ് ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നത്. റിയാദിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയാണ് കുറച്ചും കൂടെ ദൂരമുള്ളത്. കാരണം 900-ലധികം കിലോമീറ്ററാണ് നമുക്കൊരു ദിവസം കൊണ്ട് കവർ ചെയ്യേണ്ടത്. അപ്പോൾ നാളെ രാവിലെയാണ് ഇവിടെ നിന്നും റിയാദിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്ന വഴി നമ്മൾ ബുറൈദയിലാണ് ഉച്ചയൂണൊക്കെ കഴിച്ചത്. അതുപോലെ ബുറൈദയിൽ എത്തുന്നത് വരെയുള്ള നല്ല അടിപൊളി കാഴ്ചകൾ വരുന്നുണ്ട് കേട്ടോ.